ഇമ്മ എന്നാ ഞങ്ങൾ സ്കൂൾക്ക് പോവാട്ടോ? ആ എന്നാ വേഗം പോയിക്കോളി, ഇനി ലേറ്റ് ആവാൻ നിക്കണ്ട. ആ വാ പോയിരിക്കാം. പാത്തുമ്മയുടെ ആട് ആരുടേതാണ്? സുഹറ പറയൂ. അതിപ്പോ അത്ര ചോദിക്കാനി, പാത്തുമ്മാർ തന്നെ. ഉത്തരം തെറ്റാണ്. പാത്തുമ്മാടെ ആട് ബഷീറിൻ്റെതാണ്. അതെങ്ങനെ ശരിയാവും? ടീച്ചറല്ലേ പറഞ്ഞത് പാത്തുമ്മാടെ ആടാണെന്ന്. അത് ബഷീറിന് കൊടുക്കാൻ ഓള് സമ്മതിക്കുവോ? ടീച്ചർ ബഷീറിനെന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് എന്ന്. അടുത്ത ചോദ്യം സൂസുവിനോടാണ്. വെള്ളം എന്തൊക്കെ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്? ഹൈഡ്രജനും ഓക്സിജനും. ഉത്തരം ശരിയാണ്. വെള്ളത്തിൽ ഇതൊക്കെ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതന്നെ, ഞാനും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ സുസു വായ പഠിച്ചോണേ പറയൂ. സൈലൻസ് സൈലൻസ്, എല്ലാരും ഉണ്ടായിരിക്കും. എന്നാണ് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായത്? ഉത്സു പറയൂ. അത് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായതിനു ശേഷം. നീ നാളെ പാരന്റിനെയും കൂട്ടി വന്നാ മതി. അതിനിപ്പോ ഞാൻ എന്താ ചെയ്തത്? അപ്പോൾ പറഞ്ഞത് ശരിയല്ലേ? രണ്ടാം ലോക മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തന്നെയല്ലേ ഉണ്ടായത്? പശുവിനെ കുറിച്ച് ഒരു 5 വാചകം സുഹറ പറയൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ. പശു നമുക്ക് പാല് തരും. പശു നമുക്ക് ചാണകം തരും. പല കളറിലുള്ള പശുക്കളുണ്ട്. പശുവിനെ കെട്ടുന്നത് തെങ്ങിലാണ്. ആമിനത്താത്താന്റെ തെങ്ങിലാണ് ഞങ്ങൾ പശുവിനെ കെട്ടുന്നത്. ആ തെങ്ങിൽ നിറയെ തേങ്ങയുണ്ട്. തേങ്ങക്ക് ഇപ്പൊ ഭയങ്കര വിലയാണ്. പശുവിനെ കുറിച്ച് ചോദിച്ചപ്പത്തിന് നീ തേങ്ങമ്മ കിട്ടി. ഇങ്ങനെയാണെങ്കിൽ വീടിനെ കുറിച്ച് ചോദിച്ചാൽ നീ ഹിമാലയൻ പർവ്വതം എത്തുമല്ലോ. ഞാൻ എന്റെ കഴിവ് പുറത്തേക്കെടുത്ത ടീച്ചർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. വല്ലാത്ത കഴിവായി പോയി. വല്ലാത്ത കഴിവല്ല, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. സൂസുവിന്റെ അഹങ്കാരം നമുക്ക് എങ്ങനെയെങ്കിലും നിർത്തണം. ഒരു പൊട്ടത്തരം പറഞ്ഞതിന് ഓളൊരു ഗമ കണ്ടിട്ട്. വെള്ളത്തിൽ ഹൈഡ്രജൻ ഓക്സിജനൊക്കെ ഉണ്ടത്ര. എന്നിട്ട് ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ അത്. ഓളങ്ങനെ വിട്ടാൽ ശരിയാവൂല. വരുന്നുണ്ട് പഠിപ്പി. നമുക്ക് കാണാത്ത പോലെ നിൽക്കാം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ എന്താ ചെയ്യണേ? ഞങ്ങളിവിടെ ലുങ്കി ഡാൻസ് കളിക്കാം, കൂടണോ? ചോദിക്കണ്ടായിരുന്നു. തമ്പുരാട്ടി എന്തിനാന്നാവ അങ്ങോട്ട് എഴുന്നള്ളിയത്? ഞാൻ വെറുതെ വന്നതാ. ഇവിടുത്തെ വിവരം ടീച്ചർക്ക് ചോർത്താനായിരിക്കും വന്നത്. അങ്ങനൊന്നുമില്ല. ആ സാധനം പോയി കിട്ടി. ഇവിടെ ഇരുന്ന് കുറച്ചേരം നമുക്ക് കാറ്റ് കൊണ്ട് ആസ്വദിക്കാം. എന്നോട് ടീച്ചർ നാളെ വരുമ്പോ ഉമ്മാനെ കൊണ്ടുവരാൻ പറഞ്ഞോക്കണു. പക്ഷെ ഉമ്മാടത് പോയി പറഞ്ഞാൽ ചീത്ത കേൾക്കും. നമുക്ക് വേറെ ഏതൊരു ഐഡിയ കൂടെ അമ്മാനെ അങ്ങോട്ട് കൊണ്ടുവരാം. നിങ്ങൾ ആരെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരുമോ? എൻ്റെ ഉമ്മാനോട് സ്കോളർഷിപ്പിൻ്റെ പൈസ വാങ്ങിക്കാണ്ട് എന്ന് പറഞ്ഞാൽ മതി. പൈസേൻ്റെ കാര്യമാകുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ മൂക്കും കുത്തി വീഴും. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. പക്ഷെ ഇവിടെ വന്ന അമ്മക്ക് സത്യം മനസ്സിലാവൂലേ? അതപ്പം നോക്കാം. ഹായ് ഉമ്മ, എന്തൊക്കെ സുഖല്ലേ? ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹം? ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ? സാധാരണ വരുമ്പോ തിന്നാനെന്താ ചോദിച്ചിട്ടല്ലേ വരല്. അതാണ് പറഞ്ഞത് ഒരു ചേഞ്ച് വേണ്ടേന്ന്. നാളെ സ്കൂളിൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. ചെറിയ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ എത്ര ആൾക്കാരുണ്ടാവും? ഇമ്മിയും ടീച്ചറും പിന്നെ കാണികളായിട്ട് ഞങ്ങൾ കുറച്ച് കുട്ടികളും. നിങ്ങളെന്തേലും അവിടെ ഒപ്പിച്ചിട്ടുണ്ടാവില്ലേ? അതൊന്നല്ല, സ്കോളർഷിപ്പിന്റെ ക്യാഷ് എന്തോ കിട്ടാണ്ട്, അതിനാണ്. പൈസ കിട്ടുന്ന കാര്യാണോ? എന്നാ നാളാക്കണ്ട, അപ്പൊ തന്നെ പോവാ. ഇപ്പൊ പോയിട്ട് എന്തിനാണ്? ടീച്ചറിന്റെ വീട്ടിൽ പോയിട്ടുണ്ടാവും. പൈസ എന്ന് പറയുമ്പോ ഒരു 10-15 ഒക്കെ ഉണ്ടാവുമോ? 50,000 ആയിരിക്കും. എന്നാ കുടുംബശ്രീത്തെ ലോൺ അടച്ചു കൂട്ടണം. എന്നാ അതിന്റെ ബാക്കിക്ക് നമുക്ക് 2 ഏക്കർ സ്ഥലം കൂടി മേടിക്കാം. ഇമ്മത്ര പൊട്ടത്തിയാണോ? സ്കോളർഷിപ്പിന്റെ പൈസ 10,000 ഒന്നും കിട്ടൂല. കിട്ടൂലേ? എന്നാലും ഏകദേശം ഇത്ര കിട്ടും. അതവിടെ ചെല്ലും പറയാ. എന്തായാലും പൈസ അല്ല കിട്ടുന്നത്, കളയണ്ട. ഞാൻ നാളെ എന്തായാലും വരാം.
ഒന്ന് വേഗം നടക്ക്. നമ്മളെത്താൻ വഴിയ ടീച്ചർ ആ പൈസ വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുത്താലോ? അല്ലെങ്കിൽ തന്നെ ആ ടീച്ചർക്ക് എന്നെ കണ്ടെടുത്താ കണ്ടൂടാ. തോന്നുകൾക്കൊക്കെ എടുത്ത് കൊടുക്കാനേ ഇത് സ്കൂളിൽ നിന്ന് ഉച്ചക്ക് കൊടുക്കണ കഞ്ഞിയല്ല. എന്നാലും കിട്ടാനുള്ള നേരത്തെ തന്നെ മേടിച്ചൊരു സമാധാനമാണല്ലോ. ആ വേഗം നടക്കി. അവിടെ ചെന്നിട്ട് കുറെ കിട്ടാനുള്ളതാണ്. ടീച്ചറെ, ഞാൻ കുൽസുവിന്റെ അമ്മയാണ്. ആ അതൊക്കെ അറിയാം. ടീച്ചർ എന്തോ പൈസ വാങ്ങിക്കാൻ വരാൻ പറഞ്ഞിരുന്നില്ലെന്ന്. എന്ത് പൈസ? വരുന്നവർക്കും പോണവർക്കൊക്കെ ചോദിക്കുമ്പോ പൈസ കൊടുക്കാതെ ബാങ്കൊന്നുമല്ല. നിങ്ങളോട് ഞാൻ വരാൻ പറഞ്ഞത് കുൽസുവിനെ കുറിച്ച് പറയാനാണ്. ആ ഓളത്ര നല്ല കുട്ടിയാണോ ഓളെ കുറിച്ച് ഇത്ര സംസാരിക്കാൻ? അതല്ല, നിങ്ങളെ മകൾ ഒരു വസ്തു പഠിക്കൂല, സ്വന്തം പേര് പോലും എഴുതാറിയില്ല. ഓളോട് ഞാൻ 2ാം ലോക മഹായുദ്ധം എപ്പോഴാണ് ഉണ്ടായെന്ന് ചോദിച്ചു. എന്നിട്ട് ഓള് പറഞ്ഞ ഉത്തരം 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്നാണ്. എന്താ ശരിയല്ലേ? 2ാം ലോക മഹായുദ്ധം ഉണ്ടായത് 1ാം ലോക മഹായുദ്ധത്തിന് ശേഷമല്ലേ, അല്ലാതെ അതിന്റെ മുമ്പൊന്നല്ലല്ലോ. എൻ്റെ അടുത്താ തെറ്റ്. നിങ്ങളെ ഞാൻ വിളിച്ചു വരുത്താൻ പാടില്ലേന്നു. നിങ്ങൾ വേഗം വീട്ടിലേക്ക് പോയിക്കോളി. എവിടെയാടി പൈസ? സ്കൂള് വിട്ടിട്ട് വീട്ടിലേക്ക് അങ്ങോട്ട് വായോ. നിങ്ങൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്.